എസ്റ്റേറ്റ് സീഡ് ഫാം മന്ത്രി പി പ്രസാദ് നാടിന് സമർപ്പിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സൗകര്യങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ട് സീഡ് ഫാം നവീകരിച്ചത്. ആധുനിക കൃഷി രീതിയിലേക്ക് നമ്മുടെ കർഷകരെ എത്തിക്കണമെന്ന ഉദ്ഘാടന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കേരളത്തിൽ ചില ഫാമുകൾ 100 കൊല്ലത്തിനപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. 100 കൊല്ലങ്ങൾക്കപ്പുറം മുതൽ നമ്മുടെ നാട്ടിൽ ഇനി ഫാമുകൾ എന്ന ഒരു രീതിയെ ഗൗരവതരമായി കണ്ടിരുന്നേ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്തിനാണ് ഫാമുകൾ? അപ്പോൾ ഫാമുകൾ തന്നെ നമ്മുടെ നാട്ടിലെ കൃഷിയെ സഹായിക്കാൻ വേണ്ടി പുതിയ രീതികൾ വരുന്നു. ആ പുതിയ രീതികൾ കർഷകന്റെ കൃഷിയിടത്തിൽ പരീക്ഷിച്ച് നോക്കുന്നതിന് മുമ്പ് കൃഷി പഠിച്ചവർ അതിൽ സംവിധാനം ഒരുക്കി സർക്കാരിൻ്റെ മുൻകൈയിൽ ഈ കാര്യം ഒരുക്കി നോക്കണം. മെച്ചപ്പെട്ട വിത്തുകളും മറ്റു നടീൽ വസ്തുക്കളും കർഷകർക്ക് അവർക്ക് നൽകാൻ ഒരു സർക്കാർ സംവിധാനം, ഇതൊക്കെയാണ് ഫാമിന്റെ ഉത്തരവാദിത്വം. കൃഷിയുടെ പാഠശാലയാണ് സീഡ് ഫാമുകൾ. പുതിയ ഫാമുകൾ നിർമ്മിക്കുന്നത് പ്രയാസമാണ്. നിലവിലെ ഫാമുകൾ ഏറ്റവും മെച്ചപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷൊർണൂർ മണ്ഡലം MLA പി മമ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, തൃക്കടിരി പഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു, ഫാം ഓഫീസർ PP ശരത് മോഹൻ, PK ശാലിനി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട്. കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.